ഹായ് എവരി വൺ. യു.കെയിൽ വന്ന് നമ്മുടെ നാട്ടിൽ തോടും പുഴയും എല്ലാം മിസ് ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസിലോട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ബാഡ്ഫോർഡ് സ്പ്രിങ്സ് നാച്ചർ റിസർവ്. ഇത് നമ്മുടെ ലൂട്ടണിൽ നിന്ന് തൊട്ടടുത്തുള്ള ഹാർപ്പൻറ്റൺ സിറ്റിയിൽ ബാഡ്ഫോർഡ് എന്ന് പറയുന്ന വില്ലേജിലാണ് കേട്ടോ ഈ പ്ലേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബൈ കാർ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സ്ലോട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഓൺ സ്ട്രീറ്റ് തന്നെ അത് ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവിടെ ഒരു ബോക്സ് ഏരിയ കിട്ടി. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തത് കണ്ടു. നമ്മുടെ നാട്ടിൽ ഈ പാടത്തൂടെയൊക്കെ പോകുന്ന ആ ഒരു വൈബിലൂടെയാണ് കേട്ടോ അങ്ങോട്ട് പോയത്. പിന്നെ പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു മാപ്പ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് റൂട്ടിൽ പോകണം എന്നൊക്കെ അതിൽ നോക്കി ഒരു ക്ലിയർ ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഈ വാക്ക് വേയിലൂടെ വന്നു കഴിഞ്ഞ് തൊട്ടടുത്തത് ഈ ലെഫ്റ്റിൽ കൂടെ കാണുന്ന ആ റൂട്ടിൽ കൂടെയാണ് കേട്ടോ പോകേണ്ടത്. അതിലൂടെ പോയിന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മുടെ സ്പ്രിങ്സ് നാച്ചർ റിസർവിൽ എത്തുക. പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റിൽ പോയിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ബിഗ് പാർക്ക് ഏരിയ കാണാം. അവിടെ കുറേ സീറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ കിഡ്സിന് കളിക്കാൻ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ അവിടെ പെറ്റ്സ് അലൗഡാണ്. പിന്നെ നമുക്ക് പോകുന്ന വഴി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു കനാൽ പോലെ എന്തോ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആ സ്പ്രിംഗ് നാച്ചർ റിസർവ് പ്രോജക്റ്റ് കേട്ടോ. ഇവിടെ ഇത് വന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ഡീപ്പ് ഏരിയ അല്ല കേട്ടോ, ഇതൊരു ഷാലോ വാട്ടർ റിസർവ് ആണ്. സോ ഇവിടെ വന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് താഴെ കിഡ്സിനും അഡൾട്ട്സിനും ഒക്കെ ഇവിടെ വന്ന് കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാവരും വന്ന് അവിടെ കുളിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിലർ പെറ്റ്സിനെ കൊണ്ടുപോകുന്ന ഡോഗ്സിനെയൊക്കെ അതിലിറക്കിയതൊക്കെ അവരൊക്കെ ഇങ്ങനെ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഈ ഒരു സമ്മർ ടൈമിൽ വരാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ നടുവിൽ ഇത് കണ്ട സ്റ്റോൺസിൽ അവരിങ്ങനെ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാം. ഇരുന്നിട്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടർ കാണുന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ വാട്ടറാണ്. നിങ്ങൾക്ക് അതിൻ്റെ താഴെയുള്ള സ്റ്റോൺസും പെബിൾസും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ വാട്ടറിന്. അപ്പോൾ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്, നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ കൊച്ചുങ്ങൾക്ക് സ്വിമ്മൊക്കെ ചെയ്യാൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്ന് സ്വിം ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. പക്ഷേ ഇവർക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ അവർ നിന്നും ഇരുന്നും ഒക്കെയാണ് കേട്ടോ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ സ്വിമ്മിങ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ അതുപോലെ ഈ കൊച്ചുങ്ങളൊക്കെ വേറെ ഫിഷിംഗ് നെറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കതൊരു എന്താണെന്ന് പറയുക ഒരു ഫണ്ണാണ്. ഫാമിലീസും കിഡ്സും ഒക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് കുറേ ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസും ഇതൊക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ളതൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് ിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ നമുക്ക് നടന്ന് പോവാട്ടോ അതിലൂടെ ആയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ചൊരു നടന്ന് നോക്കി, കാരണം ഇത് എത്ര ദൂരം ഇതങ്ങ് പോകുന്നുണ്ട് എന്ന് അറിയാനായിട്ടേ. അപ്പം ഞങ്ങൾ കുറേ ദൂരം അങ്ങ് നടന്ന് ഇങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഡ്രസ്സ് ചേഞ്ചിങ് ഏരിയ ഒന്നുമില്ല. കൊച്ചുങ്ങൾക്കൊക്കെ ഓക്കെയാണ്. നമ്മൾക്ക് അഡൽട്സിന് ഇങ്ങനെ പ്രൈവറ്റായിട്ട് അങ്ങനെ ചേഞ്ചിങ് ഏരിയ ഒന്നും അവിടെ ഇല്ല കേട്ടോ. അതൊരു ഓപ്പൺ സ്പേസ് ആണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ പ്ലീസ് ടു സപ്പോർട്ട് മൈ ചാനൽ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് കീപ് ഫോളോ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.